بالحرف ترسم لك. ഹയ്യാക്കുമുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ എല്ലാവരും വർത്താനോ? നമ്മളിപ്പോൾ ഉള്ളത് ജാമിഅ ഇസ്ലാമിയയിലെ എല്ലാ വർഷവും നടത്താറുള്ള മഹർജാൻ സഖാഫാത്തി വശുഊബ്, അഥവാ പല രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കും. ഇവിടുത്തെ ജാമിയയിലെ വിദ്യാർത്ഥികളൊക്കെ വെച്ചിട്ട് ഓരോ രാജ്യത്തിലുള്ള വിദ്യാർത്ഥികളും വെച്ചിട്ടാണ് നടത്തൽ. അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ പവലിയൻ ഉണ്ടാവും, ഓരോ വ്യത്യസ്തമായ കൾച്ചറുകൾ നമുക്ക് പരിചയപ്പെടാം. പക്ഷെ അത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എന്തൊക്കെ ഫൗസാൻക്ക പറയാനുള്ളത്? ഞാൻ ഇതുവരെ പോയില്ല. ഫൗസാൻക്ക മുമ്പ് ഇതൊരു 10 ദിവസത്തോളം നടക്കുന്നൊരു പ്രോഗ്രാമാണ്. പക്ഷേ 10 ദിവസം ഇതിനേക്കാൾ ഒന്ന് രണ്ട് മാസം മുമ്പ് ഇതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ജാമിഅ ഇസ്ലാമിയൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്, മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഏരിയ. പക്ഷേ ഈ എൻട്രൻസ് 2 മാസമായിട്ട് ബ്ലോക്ക്ഡാണ് ഇതിലെ കൂടി. കാരണം ഇവിടെ ഫുള്ള് ഇപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള് ഒറിജിനൽ കല്ലുകളും സംഗതികളൊക്കെ വെച്ചാൽ ഇതിൻ്റെ താഴെ തന്നെ ഒരു മരുഭൂമി, അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടെൻറ്റുകളൊക്കെ ഒരു അത്യാവശ്യം നല്ല ഇതിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പെർമനൻറ്റ് ഇതായിട്ടാണ് നമുക്ക് തോന്നുക. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇപ്പം ജാമിഅ ഇസ്ലാമിയിലെ കുട്ടികൾ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഹറമൈൻ റെയിൽവേ അവിടെ നിന്നൊക്കെ ഫ്രീ ബസ്സോ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഹറമിൻ്റെ അടുത്തു നിന്നാണോന്ന് അറിയില്ല, എവിടെ നിന്നും അങ്ങനെ കണ്ടിരുന്നു. ഇത് ജാമിയയിലെ കുട്ടികൾക്ക് മാത്രമല്ല, പുറത്തുള്ള ആർക്കും, ഇപ്പോൾ മദീനത്തുള്ള ആളുകളൊക്കെ വരും. അതേപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിലും നമുക്ക് കണ്ട് വരാം. ഞാൻ പിന്നെ ഫസ്റ്റ് ദിവസം സന്ദർശിച്ചപ്പോൾ ഒരു ഈജിപ്ത്, അങ്ങനെ കുറേ ആളുകളാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള നമ്മളെ ആളുകളെ, ഇന്ത്യക്കാരൊക്കെ ഒരുപാട് ആൾക്കാരെ പുറത്തുനിന്ന് വന്ന ഉംറയ്ക്ക് മലയാളികളടക്കം പരിചയപ്പെട്ടിരുന്നു. പിന്നെ ഇത് ഈ 14ാമത്തെ എഡിഷനാണ്. വളരെ ലളിതമായി തുടങ്ങിയൊരു സംഗതിയാണിത്. നമ്മളെ ജാമിഅ ഇസ്ലാമിയൻ്റെ ഗ്രൗണ്ട്, എൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ട്, പിന്നെ ഓപ്പൺ ജിമ്മും പിന്നെ ഫുട്ബോൾ ഇതൊക്കെയുള്ള അവിടെയാണ് സത്യം പറഞ്ഞത് തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ലളിതമായി തുടങ്ങിയതാണ്. ഇപ്പോൾ 90 രാജ്യങ്ങൾക്കാണ് ഈ വർഷത്തെ പവലിയനുകൾ കൊടുത്തിട്ടുള്ളത്. മൊത്തം ഒരു അഞ്ചോളം ടെൻറ്റുകളുണ്ട്. ഒരു മെയിൻ ടെൻറ്റ് ഇപ്പം നമ്മൾ കാണും, ഒരു ബ്രൗൺ കളറിലുള്ള മെയിൻ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സൗദിയുടെ ചരിത്രവും രണ്ട് ഹറമകളുടെയൊക്കെ ചരിത്രവും ഉള്ള അതിൽ കുറേ സംഗതികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ 2 രാജ്യങ്ങൾക്കുള്ളത് ഒരു കുബ്ബ പോലത്തെ 2 ബബിൾ പോലത്തെ ടെൻറ്റുകളാണ്. അത് 2 90 രാജ്യങ്ങൾക്കായിട്ട് പിന്നെ കൊടുത്തിട്ടുണ്ട്. രാജ്യങ്ങളുടെ സംഗതികളാണ് അതിലുള്ളത്. പിന്നെ 2 ഒന്ന് പ്രോഗ്രാമുകൾക്ക് വേണ്ടി മാത്രം, അതായത് പലതരത്തിലുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. വേറൊരു ടെൻറ്റ് മുഴുവൻ ഗെയിംസ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. പിന്നെ അതിന് പുറമേ തന്നെ ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അതായത് ബാത്റൂമുകൾ, നിസ്കരിക്കാനുള്ള എക്സ്ട്രാ സൗകര്യങ്ങൾ, പിന്നെ ഫുഡിന് മാത്രം ഒരു ഏരിയ, അതായത് വ്യത്യസ്തങ്ങളായ പുറത്ത് നമ്മൾ ഈ പിന്നെ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു പെർമനൻ്റ് ആയിട്ട് തന്നെ പല ഫുഡുകൾ കിട്ടുന്ന ഏരിയകളുണ്ട്. പലതരത്തിലുള്ള ഫുഡുകൾ, ഐസ്ക്രീമും സംഗതികൾ, അങ്ങനത്തെയൊക്കെയുള്ള ഗിഫ്റ്റുകളൊക്കെ ആളുകൾക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റിയ ഗിഫ്റ്റുകൾ, ഇപ്പോൾ കാലിഗ്രാഫിയൊക്കെ എഴുതുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ മദീന ജേണലിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ അത് ഇട്ടിരുന്നു. പിന്നെ ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു ഏരിയ വെറുതെ ഒരു സെറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. വെറുതെ ഒന്ന് ഇരിക്കാൻ, നടന്ന് ക്ഷണിക്കുമ്പോൾ ഒന്ന് ഇരിക്കാൻ സെറ്റ് ചെയ്തൊരു ഏരിയ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് തന്നെ ആകെ മാറിപ്പോകുന്ന രൂപത്തിലാണ് പിന്നെ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. നമ്മൾ മുമ്പ് ലൈബ്രറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു ബോർഡ് ഉണ്ടായിരുന്നല്ലോ അവിടെ. എന്തായിരുന്നു ആ ബോർഡിൻ്റെ പേര്? അങ്ങനെ എന്തോ കൊടുത്തിട്ട് ഒരു ഏരിയ. ഇവിടെയാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. മഹർജാൻ നടക്കലുണ്ട്, ബുക്ക് ഫെയർ നടക്കലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും നാളെ നമുക്ക് പോയി നോക്കാം. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളാണ് പുറത്ത് ഗ്രൗണ്ടിൽ വന്നിരിക്കാനുള്ള. പിന്നെ പുറത്തുനിന്ന് പല ആളുകളും വരുന്നുണ്ട്, ഫാമിലി ആയിട്ടൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് ഗേറ്റിലേക്ക് വന്ന് പിന്നെ മെയിൻ ഗേറ്റ് അവിടെ ബോർഡ് വെച്ചാണ്. ഇത് ഷവ്വാൽ 11 സ്റ്റാർട്ട് ചെയ്ത് 18 വരെയാണ്. അതാ മാർച്ച് 30 സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 6 വരെ. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ദിവസം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും. പൊതുവെ 2 ദിവസങ്ങൾ, 1-2 ദിവസങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഒരു എക്സ്ട്രാ കൂട്ടലുണ്ട്, 2 ദിവസം കൂടെ അനുവദിക്കലുണ്ട്. പക്ഷെ അത് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ശരി, വന്നത് ഒരുപാട് കാണിക്കാണ്ട്, അത്രത്തോളം നമുക്ക് എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ അത് നമ്മൾ ട്രൈ ചെയ്യാം. പിന്നെ അങ്ങനെ ഓരോ ബോർഡുകളുണ്ട്. ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഫൗസാൻക? ലിഖാഉൻ സഖാഫി വ തവാസുൽ ഹദാരി.
കൾച്ചറലായ സാംസ്കാരികമായ കണ്ടുമുട്ടലാണ്. അതുപോലെ തന്നെ നാഗരികതകളുടെ സമ്മേളനം, പരസ്പരമുള്ള കണക്ഷനാണ് ഈ ഒരു മഹർജാൻ സഖാഫത്ത് ഷോബ് അഥവാ ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലാണ്. മർഹബും ബിക്കും ഫി മഹർജാൻ സഖാഫത്ത് ഷോബ് തനബ്ബു സഖാഫി വഹദാരി മിൻ കുല്ലി ആലം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള സംസമൊക്കെ സെറ്റ് ചെയ്താണ് ഹറമിലുള്ളത് കാണാൻ കേട്ടോ. നമ്മൾ കയറാൻ പോകുന്നത് സൗദി അറേബ്യയുടെ ചരിത്രം. ഇവിടെ മഹർജാനിൽ സൗദി അറേബ്യയുടെ ചരിത്രവും സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സംഗതികളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ടെൻ്റ് ഉണ്ട്. മെയിൻ നമ്മൾ ഈ ഒരു കളർ അതാണ്. അതിലേക്ക് നമ്മൾ ഇനി കയറാം. ഇത് നമ്മളെ സൗദിയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് അറേബ്യൻ ഉപദ്വീപിൽ കാണപ്പെടുന്ന മരുഭൂമികളിലൊക്കെ കാണപ്പെടുന്ന ജീവികളുടെ സ്റ്റഫ് ചെയ്ത് വെച്ച അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. പാമ്പ്, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കാണാൻ പറ്റും. മാനിൻ്റേത്, ആടിൻ്റെ, അങ്ങനെ കുറേ സംഗതികളുണ്ട് അവിടെ. പണ്ട് കാലത്ത് ആയുധങ്ങൾ, യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന മറ്റ് സംഗതികൾ, പടച്ചട്ട, അതുപോലെ തന്നെ ചില കല്ലുകളിലെ ഇൻസ്ക്രിപ്ഷനുകൾ, ചിലത് ഖബറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. കല്ലുകളിൽ എഴുതിയിട്ടുള്ള സംഗതികൾ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒന്നാം സൗദി ഭരണകാലഘട്ടത്തിൽ ഭരണകൂടത്തിൻ്റെ സമയത്ത് ആ ഒരു സമയത്തുണ്ടായിരുന്ന കുറച്ച് ഉപകരണങ്ങളാണ്. ഇപ്പം ഗോതമ്പ് പൊടിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഒക്കെ അടുക്കളകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരലും, നമ്മുടെ നാട്ടിലെ അമ്മി ഒരൽ, അങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് പാത്രങ്ങളാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ അറേബ്യ എന്ന് പറയുമ്പോൾ തന്നെ വരുന്ന ആ ഗഹ്വൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പല സംഗതികൾ, പാത്രങ്ങൾ. ഈ സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്ന ഒട്ടകക്കെട്ടിലിൻ്റെ ഇത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അതിൻ്റെ വ്യത്യസ്ത സംഗതികളാണ് ഇപ്പോൾ ഇതൊക്കെ കാണുന്നത്. ഇത് ഒന്നാം സൗദി ഭരണകാലഘട്ടത്തിലുണ്ടായ നജിദ് ഭാഗത്തു നിന്ന് എടുത്ത പല തരത്തിലുള്ള ഉപകരണങ്ങളാണ്, പിന്നെ പാത്രങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ തന്നെ മറ്റായുധങ്ങൾ, കുന്തം ഒക്കെ കാണാം. ഇപ്പുറത്തെ സൈഡിൽ വാളുകൾ മറ്റേതാണ് ഗഹുവൻ്റെ കുരുണ്ടല്ലോ, അതിലിട്ടിട്ട് ചൂടാക്കിയിട്ട് പൊടിക്കണം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഉണക്കിയിട്ട്. ഇത് രണ്ടാം സൗദി ഭരണകാലഘട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളും ഉപകരണങ്ങളും മറ്റുമാണ്. ഇത് രണ്ടാം സൗദി ഭരണകാലഘട്ടത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ സംഗതികൾ, ഇപ്പോൾ ഈ ഗഹ്വ ഒഴിക്കുന്ന സംഗതികൾ, ബഗ്ദാദിയ എന്നു പേരുള്ളൊരു സംഗതി ഉണ്ട്, ഗഹ്വ ഒഴിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ പീരങ്കി ഉണ്ട്, പഴയകാല പീരങ്കി ഉണ്ട്. നമ്മളെ നാട്ടിൽ പണ്ടത്തെ ഈ ആമാടപ്പെട്ടിയൊക്കെ പോലെ ആഭരണങ്ങളും വിലയേറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സാധനമാണ്. പിന്നെ വെള്ളം കൊണ്ടുപോകുന്ന ഒരു സാധനം, വെള്ളം മറ്റു സംഗതികളൊക്കെ ചുമലിൽ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകുന്നൊരു സാധനമുണ്ട്. നമുക്ക് ഇപ്പോൾ കണ്ട പോലെ തന്നെ ആ സൈഡിലും ഉണ്ട്, അങ്ങോട്ട് പോവാം. പിന്നെ അവിടെ മജ്ലിസ് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ആദ്യം മജ്ലിസ് സെറ്റപ്പിലേക്ക് പോയിട്ട് പിന്നെ അങ്ങോട്ട് പോകാം. വന്നു കഴിഞ്ഞാൽ ഗഹ്വ ഈത്തപ്പഴം ഫ്രീ ആയിട്ട് ഒരു ഗഹ്വ ഈത്തപ്പഴം കഴിച്ചു. ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന്. അപ്പോൾ ഇവരെ അറബിയാളെ ഒരു ദിയാഫത്തിൻ്റെ മെയിൻ ഭാഗമാണ് ഈത്തപ്പഴം ഗഹ്വയും. അഥവാ ഇവർക്ക് ഇതിന് ചില എന്താ പറയുക നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൗസാൻക്കൊക്കെ ഇപ്പോൾ അതെനിക്കറിയില്ല, നിയമങ്ങളൊക്കെ പഠിച്ചു വരികയാണ്. നമ്മൾ അനുഭവങ്ങൾ പറയും, ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ നിങ്ങളെ ചില ആളുകളെ തന്നെ വിളിച്ചിട്ടില്ല. പിന്നെ നമ്മൾ സൗദിയിൽ പൊതുവെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ആയതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ പക്ഷേ സാധാരണഗതിയിൽ പ്രവാസികളായി ഇവിടെ ജോലിക്കൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടായിക്കോണമെന്നില്ല. കാരണം പക്ഷെ അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ ജോലി തിരക്കിൻ്റെ അവർക്ക് പോയാലും പിന്നെ ചിലപ്പോൾ അങ്ങനെ ആളുകൾ പരിഗണിച്ചു വേണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും അങ്ങനത്തെ ആണല്ലോ. പക്ഷെ നമുക്കിപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ളത്, പ്രത്യേകിച്ച് മദീനയിൽ നിന്നാണെന്നുള്ളത്. നമ്മൾ ഇവിടെ തബൂക്ക് അലോലയിൽ പോയപ്പോൾ അവിടെ അലോല എത്തിയില്ല, അതിന് കുറച്ച് മുമ്പ് ഇതുപോലെ ഒരു ഹൈമ കണ്ട്, ജസ്റ്റ് ഒരു ഹൈമ കണ്ടപ്പോൾ കയറാൻ വിചാരിച്ചു. ഹൈമയ്ക്കുള്ളിൽ എന്താണെന്ന് അറിയാൻ. അപ്പോൾ അത് ഒരു ഓറഞ്ച് തോട്ടവും ഈത്തപ്പഴത്തോട്ടം ഒക്കെ ഉള്ള ഒരു ഉടമയുടെ ഹൈമയാണ്. അത് ഭയങ്കര മദീനയിൽ നിന്നുള്ള തുല്ലാബുകളാണെന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. പ്രത്യേകിച്ച് മദീനയിൽ നിന്ന് പറയുമ്പോൾ തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ഒരു സ്നേഹം അവർ കാണിക്കും. അത് മദീനയിൽ നിന്ന് ആണല്ലോ എന്ന് പറഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ അവർ നമ്മളെ ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പം ഞാനിപ്പോൾ പെരുന്നാളിന് നമ്മളെ
പെരുന്നാളിന് യാത്ര പോയി. നമ്മളെ അസീർ, സൗദിയുടെ തെക്ക് ഭാഗത്തുള്ള പ്രവിശ്യയാണ് അസീർ എന്ന് പറയുന്നത്, മിൻതഖത്ത് അസീർ. അസീറിലാണ് സൗദിയുടെ ഈ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വരുന്നത്, തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ അസീറിലാണ്. അത് നമ്മുടെ നാട്ടിലൊരു വയനാട്, ഊട്ടി ആ ഒരു ഫീലാണ് ആ ഒരു ഏരിയ. മഞ്ഞ് പിന്നെ ഊട്ടിയിൽ പിന്നെ അപൂർവമായിട്ടാണല്ലോ മഞ്ഞങ്ങനെ പെയ്യുക. പക്ഷെ ഇവിടെ അബ്ഹയിലാണെങ്കിൽ മഞ്ഞ് അതേപടി പെയ്യും. സൗദിയിൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ പിന്നെ അങ്ങനെ പോകുമ്പോൾ അൽബാഹ എത്തുന്നതിന് മുമ്പ് നമാസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചരിത്രത്തിൽ ഉള്ള 1-2 സംഗതികളൊക്കെ കാണാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ നമാസിൽ നമ്മൾ എത്തിയപ്പോൾ അവിടെ രാവിലെ പിന്നെ നമാസിലെത്തുന്നതിന് മുമ്പാണ് മൈസാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമാസിന് കുറേ മുമ്പാണ്. അപ്പോൾ മൈസാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയാണ്. അപ്പം വെറുതെ ഒരാളെ കണ്ടു, ഇങ്ങനെ പുറത്ത് കണ്ടപ്പോൾ പിന്നെ സംസാരിച്ച്, പിന്നെ നമ്മൾ നിസ്കരിച്ച് ഇറങ്ങി വരുന്നവരെ അയാൾ അവിടെ കാത്തു നിന്ന്. നമ്മളെത്തിയപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അയാൾ നമ്മൾ നിസ്കരിച്ച് വരുന്നവരെ കാത്തു നിന്ന് പിന്നെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച്. പിന്നെ അയാൾ യഥാർത്ഥത്തിൽ മക്കാരനായിരുന്നു. മുഹമ്മദ് ബിൻ സഅദ് അൽ ഹാരിസി എന്നാണ് അയാളുടെ പേര്. ബനു ഹാരിസ ഗോത്രമാണ്. ബനു ഹാരിസ ഗോത്രം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലൊക്കെ അറിയുന്ന ഗോത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നമ്മളിവിടെ ബനു ഹാരിസക്കാരാണ് താമസിക്കുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ആ ഒരു ചെറുപ്പകാലത്തുള്ള ബനു സാദ്, ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ, അവരുടെ അടുത്ത് ആ താമസിച്ച ഗോത്രം, അതൊക്കെ ഇപ്പോഴും ആ സ്ഥലമൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മളതുവഴിയാണ് വന്നത്. ബനു സാദിൽ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിരുന്നു. പക്ഷേ ആ ഗോത്രത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് പോകണം. ആ ഒറിജിനൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച ആ സ്ഥലം, ആ ഗ്രാമം ഇന്നുണ്ട്. പൊളിഞ്ഞ് ഇപ്പോൾ അവിടെ ആൾ താമസമൊന്നുമില്ല, പൊളിഞ്ഞ രൂപത്തിൽ തകർന്ന അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ അവിടുത്തെ മലകളെക്കുറിച്ച് പറഞ്ഞു തന്നു. അപ്പുറത്ത് താമസിക്കുന്നത് ബനു മാലിക് ഗോത്രമാണ്. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി. നമ്മളെ വിളിച്ചു. അദ്ദേഹം മക്കയിലാണ് താമസിക്കുന്നത്, നാടിതാണെങ്കിലും. അപ്പോൾ വാപ്പാനും ഉമ്മനെ കാണാൻ വേണ്ടി തറവാട്ടിലേക്ക് വന്നതാണ് പെരുന്നാൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളെ വീട്ടിലേക്ക് വിളിക്കാൻ വയ്യ. കാരണം അദ്ദേഹം തറവാട് വീടാണല്ലോ, സ്വന്തം വീടല്ലല്ലോ. പക്ഷെ എന്നിട്ട് അദ്ദേഹം നമ്മൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയി. എന്നിട്ടും വിളിച്ചു. നമ്മൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പോയതിനു ശേഷം വീണ്ടും വിളിച്ചത് പറഞ്ഞു, ഇല്ല നിങ്ങളെ ഒരു ഹോട്ടലിലെങ്കിലും കൊണ്ടുപോയി സൽക്കരിച്ചിട്ടേ നമുക്കൊരു ഇതുള്ളത്. അദ്ദേഹം അങ്ങനെ വീണ്ടും തിരിച്ചു വന്നിട്ട് നമുക്കൊരു ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ പൊതുവെ അറബികളുടെ ഒരു പിന്നെ നമ്മൾ അവരുടെ നാട്, പിന്നെ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു രൂപത്തിൽ നമ്മൾ അറബിയിൽ സംസാരിക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും കണ്ടിട്ട് പിന്നെന്താണ് ഹിന്ദി ആണ് അല്ലെങ്കിൽ പിന്നെ അറബികൾ അല്ലാന്ന് തോന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. നമ്മളെ അൽഹംദുലില്ലാ അങ്ങനെ അറബികൾ പൊതുവെ പിന്നെ നമ്മളെ റാജിഹി ഉണ്ടല്ലോ, സുലൈമാൻ റാജിഹി എന്ന് പറഞ്ഞ സൗദിയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ബാങ്ക്, അതുപോലെ തന്നെ എല്ലാ സംഗതികളും റാജിഹിൻ്റെ കുറേ ഇതുണ്ടല്ലോ. മക്കയിലുള്ള ആയിഷ റാജിഹി പള്ളി. ഈ സുലൈമാൻ റാജിഹി അദ്ദേഹത്തിൻ്റെ തറവാട് ഇപ്പോഴും, അത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു വീഡിയോയിൽ പിന്നെ ഉണ്ടായിരുന്നു. ആ തറവാട് ഇപ്പോഴും അവർ അതേപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് ഫുള്ള് ചെയ്തിട്ട് അവിടെ ചെന്നാൽ എല്ലാവർക്കും, എത്ര ആളുകൾ വന്നാലും അവിടെ ഇതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം പോലെ ഒരു സുഫ്രയും എന്താണ് ഒരു മജ്ലിസ് ഉണ്ട്. എല്ലാവർക്കും ഗഹ്വയും ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും. അത് അവരൊരു ട്രഡീഷൻ, ആ ഒരു നന്മ അവർ നിലനിർത്തുകയാണ്. ആതിഥേയ മര്യാദ എന്നുള്ളത്. ഓല് വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഗഹ്വ അങ്ങനെ കൊടുത്തിട്ട് ഒഴിച്ചു തരും. അതായത് ഗഹ്വ മറ്റേ ഇങ്ങനത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേ പൊട്ടുന്ന ഗ്ലാസ് ആണെങ്കിൽ അതിങ്ങനെ വെച്ചിട്ട് അട്ടിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, വലത്തെ കയറ്റില്ല പിടിക്കും. എന്നിട്ട് അടുത്ത കയറ്റ് മറ്റേ ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ചിട്ട് വലത്തെ കയറ്റ കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് നമ്മൾ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വസാങ്ക ശ്രദ്ധിച്ചത് തിരിച്ചു കൊടുക്കുമ്പോൾ നേരെ കൊടുത്താൽ എന്താണ്, പിന്നെ ഒഴിച്ചു തരും. നേരെ കൊടുത്താൽ നമുക്ക് പിന്നെയും വേണമെന്ന് അർത്ഥം. അപ്പോൾ അസൽ നമുക്ക് പിന്നെയും ഒഴിച്ചു തരാം എന്നുള്ളൊരിത്. പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ഇങ്ങനെ കുലുക്കിയിട്ട് കൊടുക്കണം. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, MBS ഒക്കെ ഒരു ഇതിൽ അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ കുലുക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തിരിച്ചു കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പിന്നെ തരില്ല. അപ്പോൾ അല്ല നേരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒഴിച്ചു തരും. ഒരു ഈത്തപ്പഴം, അതേപോലെ മുട്ടായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഷെയ്ഖ് അബ്ബാദിൻ്റെ വീട്ടിൽ നമ്മുടെ പെരുന്നാൾക്ക് പോയി. അവിടെ പോയപ്പോഴും അതേപോലെ ഈ ഹൽവയാത്ത് ചോക്ലേറ്റ്സൊക്കെ വലിയൊരു ഇതിൽ സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുന്ന് ഓരോരുത്തർ കൊടുക്കുന്നുണ്ട്. അവരിങ്ങനെ റൗണ്ട് അടിക്കുകയാണ്. ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ റൗണ്ട് അടിക്കുക. ഇവിടെ ഒരുത്തൻ പറയണ്ടേ ഇതൊന്നും ഇടുക്കിയത് ഭയങ്കര കനണ്ടെന്ന്. അപ്പോൾ വല്ലൊരു ദിയാഫത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ്. ഗഹ്വ പിന്നെ വെച്ചെടുക്കുക, പിന്നെ ചായറ്റ് വരും, അങ്ങനെ ഓരോ സെറ്റപ്പാണ്. പിന്നെന്താ, അപ്പോൾ ഇവിടെ അങ്ങനെ ഈത്തപ്പഴവും ഗഹ്വൊക്കെ ഉണ്ടെന്ന് പറയണം. നമുക്ക് ഇൻഷാല്ലാ അടുത്ത സ്ഥലത്തേക്ക് നേരത്തെ ആ സൈഡിലുള്ള അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഷാരിഫ് സഖാഫത്ത് ഒരു പ്രത്യേക ബോർഡ് തന്നെ ഉണ്ടായിരുന്നല്ലോ, ഒരു ഈ ഏരിയ തന്നെ പെർമനന്റ് ബോർഡാണ്. യെസ്. പിന്നെ അപ്പോൾ നേരത്തെ അതിലൂടെ അങ്ങനെ വന്നേ, ഫ്രണ്ടിലേക്ക് വന്നേ, ആ ഭാഗത്ത് ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ
ഏരിയയിലൊക്കെ പോകാം. പഴയ മറ്റേ ഫോണ് പഴയകാല സൗദിയുടെ ഒരു ഇതെങ്ങനെ കൊളയില് കറക്കി കോളേജിലായിരിക്കും അല്ലല്ലേ? ടെലഫോൺ ഇതാണ് ശരിക്കും സൈഡില് കറക്കാനുള്ള സംഗതിയാണ്. പഴയകാല ടെലഫോണുകള്, പിന്നെ കുറെ സൗദിയുടെ ഒരു ചരിത്രം പറയുന്ന കുറെ സാധനങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ക്യാമറ എന്ന് തോന്നുന്നു, ഫിലിം കണ്ടില്ല, പഴയ നെഗറ്റീവ് റേഡിയോ കടാരം. സൗദി അറേബ്യയുടെ ചരിത്രം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് ഞാനും നമ്മളെ നാട്ടിൽ നിന്ന് ഒരു താരീഖുൽ മംലക്ക എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടിയപ്പോഴാണ്. അതിനു മുമ്പ് വരെ നമുക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പഴയകാല റസൂലുള്ളാഹി നമ്മുടെ ചരിത്രം അറിയാം എന്നല്ലാതെ സൗദിയുടെ ചരിത്രം സത്യം പറഞ്ഞാൽ വായിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ്. അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട് സൗദി യൂണിവേഴ്സിറ്റികളിലൊക്കെ. 3 ഘട്ടങ്ങൾ. അതിൽ നിലവിലുള്ളത് 1932 സ്ഥാപിതമായ 3-ാം സൗദി ഇതാണ് നിലവിൽ ഉണ്ടാകും. അത് 1902 മുതലാണ് അതിൻ്റെ തുടങ്ങുന്നത്. അപ്പോൾ റിയാദ് തിരിച്ചു പിടിക്കുന്നതിലൂടെ പിന്നെ ഒരു കാലത്ത് അന്നത്തെ മലിക് അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ, വളരെ രസകരമായ ഒരു ചരിത്രം ആണ് ആ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ. ആ ഒരു റിയാദിന്റെ തിരിച്ചു പിടിക്കലും അതിനു മുമ്പ് അവർ പലായനം ചെയ്ത് കുവൈത്തിലേക്ക് പോയി, കുവൈത്തിൽ അഭയാർത്ഥികളായി കുവൈത്ത് ഭരണകൂടം പിന്നെ ഇവരായിട്ട് കുടുംബബന്ധമുണ്ട്. അങ്ങനെയൊക്കെയുള്ള രസകരമായ ഒരുപാട് ചരിത്രങ്ങൾ അതിന് പിന്നിലുണ്ട്. രാത്രി വരുന്നതും 40 ആളുകളുമായി വന്ന് റിയാദ് പിടിച്ചടക്കുന്നതൊക്കെ. പിന്നെ അങ്ങനെ കടന്നു പോയി. അതിൻ്റെ ഒരു ടൈം ലൈൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 1902 റിയാദ് തിരിച്ചു പിടിക്കുന്നു. നജിദ് പ്രവിശ്യകൾ 2 മുതൽ പിന്നെ ഒരു 4 വർഷം കൊണ്ട് തിരിച്ചു പിടിക്കുന്നു. അഹ്സാ എന്ന് പറയുന്ന പ്രദേശം ഇപ്പം ഇന്ന് നമുക്കറിയാം, അഹ്സായിലെ ഈത്തപ്പഴം ഒക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ 1913 അഹ്സാ കൂട്ടിച്ചേർത്തു. ഹായില് സൗദിയുടെ നോർത്ത് സൈഡാണ്. 1921 പിന്നെ ഹിജാസ്, മക്ക മദീന ഒക്കെ ഉൾപ്പെടുന്ന ഹിജാസ് പ്രവിശ്യ 1924-25 കാലഘട്ടത്തിലാണ് പിന്നെ സൗദി ഭരണകൂടത്തോട് ചേർക്കുന്നത്. പിന്നെ അസീർ വജാസാൻ, ഇതൊക്കെ തെക്ക് ഭാഗം ദക്ഷിണ സൗദിയാണ്. 1930 കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ 1932 സെപ്റ്റംബർ 23 ഇന്നത്തെ രൂപത്തിലുള്ള സൗദി, ഒരു ആധുനിക സൗദി രാഷ്ട്രം രൂപീകൃതമാകുന്നത്. മംലക്കത്തുൽ അറബിയ സൗദിയ എന്ന് പറയുന്ന ആ ഒരു 3-ാം സൗദി ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സൗദി എന്ന് പറയുന്നത് 1932 സെപ്റ്റംബർ 23 അതുകൊണ്ട് സെപ്റ്റംബർ 23 ഇവിടുത്തെ യൗമുൽ വത്തനി ഒക്കെ ഉണ്ടാവുന്നത്, നാഷണൽ ഡേ. പിന്നെ ഇവിടെ പഴയകാല ടെലിവിഷൻ, TV-കൾ, അതുപോലെ തന്നെ പത്രങ്ങൾ, നമ്പർ പ്ലേറ്റ് ഉണ്ടോ റിയാദിലെ പഴയ നമ്പർ പ്ലേറ്റ് കാറിലെ ഇതുണ്ട്. ഇതവിടെ മക്കയിലെ നമ്പർ പ്ലേറ്റ്. ഇരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ഇവിടുത്തെ ഈത്തപ്പന ഓല കൊണ്ട് ഉണ്ടാക്കിയ അതേ സാധനമാണിത്. ഇനിയിപ്പോൾ നമുക്കൊക്കെ പൊതുവെ വീഡിയോയിലും ഇതിലൊക്കെ മാത്രം കണ്ടു പരിചയമുള്ള ഒരു സംഗതിയാണ്. അത് ഹറമിന് വേണ്ടി, ഹറമൈൻ എന്ന് പറയുന്ന അൽ ഹൈഅത്തുൽ ആമ്മ ലിൽ ഇനായത്തി ബിശൂനുൽ മസ്ജിദുൽ ഹറാം വൽ മസ്ജിദുൻ നബവി ഉണ്ട്. അതായത് 2 ഹറമുകളുടെയും കൈകാര്യ കർത്തൃത്വത്തിന് വേണ്ടിയിട്ടുള്ള പരിപാലനത്തിനുള്ള സമിതി. അവർക്കൊരു പവലിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ വലിയ സൗദിയുടെ ചരിത്രത്തിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഹറമുകളിലുള്ള പല സംഗതികളും പഴയ ഹറമിൽ ഉപയോഗിച്ചിരുന്നതും അതിൻ്റെ മോഡലുകളും ഒക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. രസകരമായ സംഗതിയാണ്. ഇപ്പോൾ മെഹ്റാബിൽ ഉപയോഗിക്കുന്ന ഹറം ഇമാമിൻ്റെ എന്തൊക്കെയാണ്, ഇപ്പോൾ സുജൂദിലൊക്കെ പോകുമ്പോൾ എന്ത് മൈക്കായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് ആ ഒരു മൈക്കിൻ്റെ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട് ഈ രൂപത്തിൽ നിന്ന്. എന്നാലും ഏകദേശം ഇങ്ങനെ ഈ രൂപത്തിലാണ് ഉണ്ടാവും. ഇവിടെ 2-3 മൈക്കുകൾ ഉണ്ടാവും. ഇവിടെ അതേപോലെ റുക്കുവിനും ഇതിന് വേണ്ടിയിട്ട് സുജൂദിന് ഈ രൂപത്തിലുണ്ടാവാം. ഹജറുൽ അസ്വദിന്റെ ഫ്രെയിമാണ്. ഒറിജിനൽ ഹജറുൽ അസ്വദ് ഒന്നുമല്ല, ഹജറുൽ അസ്വദിന്റെ ഫ്രെയിം ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ പഴയ പിന്നെ ഹറമിൽ ഉപയോഗിച്ചിരുന്ന, ഇത് പഴയത് ചുവപ്പ്, പച്ചയാണ് ഇപ്പോൾ ഹറമുകളിലുള്ളത്. ചില സ്ഥലത്ത് ഇപ്പോഴും ചുവപ്പ് ഉപയോഗിക്കണ്ടെന്നു ചില സ്ഥലങ്ങളിൽ. ഇപ്പൊ മദീനത്തൊക്കെ ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിലാണ് ഒരു മാറ്റിയത്. മുമ്പ് എന്തായിരുന്നു, ചോപ്പായിരുന്നു. റൗദയില് മാത്രമായിരുന്നു പച്ച. അതെ അതെ. ഇപ്പോഴും ഈ അടുത്ത് സാഹയില് പുറമെ പുറത്തുള്ളവരുടെ സാഹയില് ഒരു സ്ഥലത്ത് ഇത് യൂസ് ചെയ്ത് കണ്ടിരുന്നു. പിന്നെ ഇവരിത് മാറ്റും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ പുതിയതിലും. ഇത് ബ്രെയിൽ ലിപിയിലുള്ള ഖുർആനാണ്. അതായത് കണ്ണ് കാണാത്ത ആളുകൾക്ക് പിന്നെ സ്പർശിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ പറ്റിയ, ചിലപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഹറമിൽ പോയി കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലൂടെ ഇത് മദീനയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന ഖുർആനാണ്. മദീന കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന ഖുർആനാണ്. ഇതും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എല്ലാവർക്കും കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. തിരക്കായിരിക്കും ഹജറുൽ അസ്വദിന്റെ അവിടെ. ഇത് മഖാമു ഇബ്രാഹിമിന്റെ ആ ഒരു ഫ്രെയിമും അതിന്റെ മോഡലുമാണ്. അതിന്റെ ഉള്ളിൽ ആ ഒരു സ്വർണ്ണ ഇതിന്റെ കോഡിനുള്ളിലാണ് നമ്മൾ കാണുന്നത്. ചിലപ്പം ഫുള്ളായിട്ട് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന്റെ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് അതിന്റെ മോഡൽ കാണാൻ പറ്റും. ഇത് കാബയുടെ കിസ്വ അതിന്റെ ഒരു 3 ഘട്ടങ്ങളാണ്. അതിലെ ഈ കാലിഗ്രാഫി, ആ തുന്നൽ പണി എങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം ഇങ്ങനെ രൂപത്തിലായിരിക്കും.
പിന്നെ അതിൽ ഈ ഒരു ഇത് വരും. ഏറ്റവും അവസാനമാണ് ആ സ്വർണം പൂശിയ നൂല്, ആ സ്വർണ്ണ കളർ നൂലുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നത് ഫുള്ള് അത് തുന്നൽപ്പണി ചെയ്ത് ഫൈനലാക്കും. കാബന്റെ ഉൾഭാഗം ചിലപ്പോൾ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ നോക്കിയത് കണ്ടോ, അതിന്റെ മോഡലാണ് ആ 3 തൂണുകൾ. പഴയ കാലത്തുള്ള കാബയിൽ പറയപ്പെടുന്നു അല്ലാഹു അലം നമ്മളെ പിന്നെ തേക്ക് ഒക്കെ ഉപയോഗിച്ചാണ് അതിന്റെ തൂണുകൾ. ഡീറ്റെയിൽസ് അറിയില്ല. അതുപോലെ കാബയുടെ താക്കോലിന്റെയും പൂട്ടിന്റെയും മോഡലാണ്. നമുക്ക് താക്കോലിന്റെ ആ ഒരു ഇതും പൂട്ടിന്റെ ആ ഒരു വലിപ്പവും. ഇത് മസ്ജിദ് നബവിയിലെ മദീനയിലെ മിമ്പറാണ്. മിമ്പറിന്റെ മോഡല്. ഇത് മിഹ്റാബിന്റെ മോഡല്. മസ്ജിദ് നബവിയിലെ മിഹ്റാബിന്റെ റൗദയിൽ കയറിയവർക്കും അവിടെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ മൊത്തം പിന്നെ കളികൾക്ക്, ഗെയിംസിന്, കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ള വേണ്ടി വരുന്ന ഫാമിലികൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഏരിയ ആണ്. എന്റെ മൊത്തം നമ്മളിനി ഒന്നാമത്തെ നമ്മളെ 2 ബബിളുകൾക്കുള്ളിലായിട്ടാണ് ഓരോ രാജ്യത്തിന്റെയും പവലിയനാട് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. നമ്മളെ ഒന്നാമത്തെ ബബിളിന്റെ ഉള്ളിൽ കയറി ഓരോരോ രാജ്യങ്ങളുടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൂടി അങ്ങനെ എല്ലാതും കാണിച്ചു തരാൻ കഴിഞ്ഞോളന്നില്ല, എന്നാലും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓരോ രാജ്യങ്ങൾ, ഓരോ സംഭവം പരിചയപ്പെടാം. പിന്നെ അവിടെ ഒരു പാസ്പോർട്ട് കിട്ടുന്ന സംഭവം ഉണ്ട്. നമ്മള് കിട്ടുമോ നോക്കാം, നമുക്ക് നോക്കട്ടെ കിട്ടുന്ന പാസ്പോർട്ട് കിട്ടുമോ നോക്കാണ്. പാസ്പോർട്ട് എന്താ വെച്ചാല് നമുക്ക് അതില് ഓരോ ദുബായ് എക്സ്പോയിലൊക്കെ ഉള്ള പോലെ ഓരോ രാജ്യത്തെ പവലിയനിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആകർഷണീയ സംഗതിയാണ്. അവരുടെ ഒരു വിസ ചെയ്യുന്ന പോലെ ആ രാജ്യത്തിന്റെ സ്റ്റാമ്പ് സിറിയയുടെ പവലിയനാണത്. അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. والفرح ينطق باللقاء أجفاني والفكر أشرق في الفضاء متأملا سحر المودة دون ما استئذاني أو كان بحر الحب حبر يراعتي لتسيل ناطقة ببوح جناني أم أن Salam alaikum mes frères, bienvenue au stand France. Aujourd'hui on est avec notre frère qui nous a rendu visite. Vous êtes la bienvenue Inch'Allah. للروضة الفيحاء عقد مشاعري وبأرض طابت راحتي وأماني صليت فيها والسكون يلفني. നമ്മളിപ്പോ അഫ്ഗാനിസ്ഥാന്റെ ഇതിലാണുള്ളത്. അപ്പോൾ നമ്മളെ അയൽരാജ്യം കൂടിയാണല്ലോ അല്ലെ. നമുക്ക് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടുത്തെ പിന്നെ കുങ്കുമട്ട ചായ തന്നു. അവിടെ അഫ്ഗാൻ സിരിയാഖ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പാലും കുങ്കുമ ഏലക്ക ഒക്കെ ഒരു ഐസ്ക്രീം പോലത്തെ സംഗതിയാണ് അഫ്ഗാൻ സിരിയാഖ് എന്ന് പറഞ്ഞത്. ഷീർ എന്ന് പറഞ്ഞാല് നമ്മളെ മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ ക്ഷീരം എന്ന് പറഞ്ഞ പാലാണ്. അഫ്ഗാനിൽ അതുപോലെ തന്നെ ഷീർ എന്ന് പറഞ്ഞ പാലാണ്. كم من معالم ألهبت وجداني وحد الشموخ يحبنا ونحبه يحكي دروس الصبر في الميدان من خلف നമ്മളിപ്പോ സൊമാലിയയുടെ പവലിയനിലാണ്. നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇപ്പൊ കെനിയ, സൊമാലിയ, മോറിറ്റാനിയ അങ്ങനെ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ പണ്ട് ഈ ഖുർആൻ പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം പലകയിൽ എഴുതി പഠിപ്പിക്കുന്നത് ലൗഹ എന്നാണ് ഇനി പറയാം, അല്ലെങ്കിൽ ലൗഹ എന്നുള്ള ലൗഹ എന്ന് പറഞ്ഞ അറബിയിൽ പലക എന്നുള്ള അർത്ഥം. ഇത് ജസ്റ്റ് ഇവിടെ കണ്ടില്ലേ, ഇത് ഇങ്ങനെ എഴുതി പഠിപ്പിക്കുന്ന സിസ്റ്റം. അത് ഇന്ന് വ്യാപകമായിട്ടുണ്ടല്ലോ, പക്ഷെ ഇന്നും ചില സ്ഥലങ്ങളിൽ ഇന്നും ഇത് പിന്തുടരുന്ന സ്ഥലങ്ങളുണ്ട്. ഖുർആൻ മൊത്തം അവർ എഴുതിയും പഠിക്കും, അങ്ങനെയാണ് ഒരു ഹിഫ്ളാക്കുക. അപ്പൊ എഴുതിയും 2 രൂപത്തിൽ പഠിക്കുമ്പോൾ അതിന്റെ ഒരു പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ ഒരു ടീം പഠിച്ചതിന് ശേഷം അതെ ഇത് പിന്നെ എഴുതിയിട്ട് മായ്ച്ചു കളഞ്ഞിട്ട് അതന്നെ ഓരോ ഭാഗങ്ങള് പഠിച്ചതിന് ശേഷം ആഫ്രിക്കയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഫായ്ദ ഉണ്ട്. കാരണം എഴുതിയും പഠിക്കാണ്, പിന്നെ ഓതിയും പഠിക്കണം. അപ്പൊ 2 നിലക്കും തലയിൽ നല്ലപോലെ ഇത് ഹിറഫുൽ യദവി അഥവാ നമ്മളൊക്കെ കാലിഗ്രാഫി അതുപോലെ തന്നെ കരകൗശല ഇവിടെ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. യൂണിവേഴ്സിറ്റിയുടെ തന്നെ പവലിയനാണത്. ഇവിടെ വന്നാൽ ഇങ്ങനെ കാലിഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആളുകൾ നമുക്ക് നമ്മളെന്താണോ പറയുന്നത് നമുക്ക് എഴുതി തരും. അതുപോലെ വേറെ പല സംഗതികളോടുണ്ട്.
أصداء دعوتك الندية باركت في المد والمكيال والميزان. يا رب إنا بالمحبة نقتفي نهج الرسول ووحيه رباني. അതുപോലെ കീ ചെയിനിലൊക്കെ പേര് എഴുതി കൊടുക്കുക, അങ്ങനെ ഓരോന്നും മലാവി രാജ്യത്തിന്റെ ഡ്രസ്സാണ്. ആഫ്രിക്കയിലെ ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ പലതും ട്രൈ ചെയ്തിരുന്നു. മലാവി എന്ന് പറയുന്ന രാജ്യം, ഇതൊക്കെ ഒറിജിനൽ തോല് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഇടുമ്പോ ആട്ടിൻ തോലാണെങ്കിൽ ആട്ടിന്റെ മണമൊക്കെ ഇങ്ങനെ കറക്റ്റ് അറിയാൻ പറ്റും. സുഡാൻ പവലിയനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത്യാവശ്യം വലിയൊരു പവലിയൻ തന്നെ അവർക്കുണ്ട്. കുറേ സംഗതികളിലൂടെ പ്രദർശിച്ചിട്ടുണ്ട്. ഫ്രീ സുഡാനി ചായ കിട്ടും. കുറച്ച് പാടാണ് ഈ ചായ കുടിക്കാൻ. അറമ്പിലൊക്കെ കിട്ടാറുണ്ട് സുഡാനി ചായ. ഇത് നമ്മളെ ഉസ്ബെക്കിസ്ഥാൻ, ബുഖാറയും ഇതൊക്കെയുള്ള സ്ഥലമാണ്. ഇപ്പം ബുഖാരിയുടെ ഒക്കെ രാജ്യം 2017 തോന്നുന്നു ടൂറിസ്റ്റുകൾക്കൊക്കെ ഓപ്പൺ ആക്കി. നമ്മളൊക്കെ ഇന്ത്യ എന്നൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. എനിക്ക് ഉസ്ബെക്കി ഫ്രണ്ട് ഉണ്ട്, നമ്മളെ ക്ലാസ്മേറ്റ്. Welcome Tanzania. Tanzania Hakuna Matata. جزيرة زنجبار. جبل كلمنجارو أكبر جبل في أفريقيا والرابع في العالم. حبيبي welcome Tanzania. അവനിപ്പോ പറഞ്ഞപ്പോ ഹക്കൂന മത്താത്ത എന്ന് പറഞ്ഞല്ലേ. ഹക്കൂന മത്താത്ത എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു പ്രശ്നമില്ല, സുഖമാണ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലുള്ള ഒരു വാചകമാണ്. ചിലപ്പോ നിങ്ങള് ഒരു പക്ഷേ ഇതിലൊക്കെ കേട്ടിട്ടുണ്ടാവും, കാർട്ടൂണുകളിലൊക്കെ ഉണ്ടാവും. وكان بحر الحب حبر يراعتي لتسيل ناطقة ببوح جناني. أم أن تاريخ الجمال أمدني بالحرف ترسم نقطه ألواني. للروضة الفيحاء عقد مشاعري. നമുക്ക് രണ്ടാമത്തെ നമ്മളെ ബബിൾ ടെന്റിലേക്ക് പ്രവേശിക്കാം. പകുതി രാജ്യങ്ങൾ ഒരു ടെന്റിലും അടുത്ത പകുതി 90 രാജ്യങ്ങളാണ് ഉള്ളത്. ബാക്കി പകുതി ഈ ഒരു ടെന്റിലാണ്. صليت فيها والسكون يلفني بين السواري تنجلي أحزاني. يا قبة الإسلام دمت عظيمة دار السلام ومأرز الإيمان. സുഹൃത്തുക്കളെ, നമ്മളുള്ളത് എസ്വാത്തിനി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ കൂടെയാണ്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത, ഈ രാജ്യത്ത് 1% താഴെയാണ് മുസ്ലിങ്ങളുള്ളത്. 1% താഴെ. മാത്രമല്ല, ഇവന്റെ ഗ്രാമത്തിൽ ഒരൊറ്റ ഫാമിലി ഇവൻ മാത്രമേ ഉള്ളൂ. ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിൽ ആകെ 3 ആളുകളെ ഈ എസ്വാത്തിനി എന്ന് പറയുന്ന രാജ്യത്തു നിന്നുള്ള. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാജ്യം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഇത് ജുസറുൽ ഖമർ, കൊമോറോസ് എന്ന് പറയുന്ന രാജ്യം. അവിടുത്തെ കല്യാണത്തിന് ഡ്രസ്സാണ്. നമ്മളെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലാണ് ഇപ്പോൾ ഉള്ളത്. റിക്ഷയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ഷെർവാണിയൊക്കെ ഇട്ടിട്ട് ടീംസ് ഇവിടെ ഉണ്ട്. ബംഗ്ലാദേശി يا فرط شوقي للنبي الحاني. ضم الصحابة بالإخاء محبة فنمت عرا مشدودة الأغصان. صلى عليك الله يا خير الورى ثم السلام على مدى الأزمان. أصداء دعوتك الندية باركت في المدن. ഇന്ത്യൻ ഇതിൽ പവലിയനിൽ വന്നാൽ നല്ല കറക്റ്റ് ചായയും ഫ്രീ ആയിട്ട്, അതുപോലെ മൊഹബത്ത് കാ സർബത്തും കിട്ടും. നല്ല മൊത്തത്തില് പല രാജ്യങ്ങളുടെ ചായകളെക്കാളും ഇന്ത്യ ബംഗ്ലാദേശ് ചായകളാണ് കുറച്ചുകൂടി നല്ല ചായ. എന്റെ പേഴ്സണൽ പാൽ ചായ നല്ല. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നമുക്കത്ര ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ഒക്കെയാണ്. ഏകദേശം അവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായിണ്ടാവും ഈ അക്ഷരങ്ങളൊക്കെ കാണും പോലെ.
ചൈനയിലാണ്. എന്താണ് ഫൗസാൻ ആളില്ലേ? ഒരു ചൈനക്കാരൻ ഫ്രണ്ടൊക്കെ അല്ലേ? എന്റെ ആളാണ്, ഇതാ വന്നു. ഇവിടെ ചായ സ്പെഷ്യലാ? ചായ നല്ല രസമാണ്. 你好，欢迎大家参观中国展台。 هذه الجزيرتين وهذا فنزويلا. هذه الجزيرتين تقع بجوار فنزويلا، هي دولة مستقلة عن فنزويلا كلها كذا. كل هذه طيور وليس ورق، كله طيور. أقبلت والأشواق تسبق خطوتي والفرح ينطق باللقاء أجفاني والفكر أشرق في الفضاء متأملا سحر المودة دون ما استئذاني أو كان بحر الحب حبر يراعتي لتسيل ناطقة ببوح جناني أم أن تاريخ الجمال أمدني بالحرف ഇതേതാ രാജ്യം എന്നറിയോ? ഈ വേഷം കണ്ടിട്ട് للروضة الفيحاء عقاد مشاعري وبأرض طابت راحتي وأماني صليت فيها والسكون ഇത് ആണ് നിക്കരാഗ്വ എന്ന് പറയുന്ന രാജ്യം. സൗത്ത് അമേരിക്കയിലെ രാജ്യമാണ്. പക്ഷെ ഇവിടുത്തെ ആളില്ല. ആളില്ലാത്തത് മിക്കവാറും എനിക്ക് തോന്നുന്നത് രസകരമായ ഒരു കാര്യം പറഞ്ഞാൽ മദീന യൂണിവേഴ്സിറ്റിയിൽ ഈ രാജ്യത്ത് ആകെ ഒരാള് മാത്രമാണ് സ്റ്റുഡന്റ് ആയിട്ടുള്ളത്. ഒരാളുള്ളതുകൊണ്ട് അവൻ മിക്കവാറും ചിലപ്പോ ഇരുന്നിരുന്ന് മടുത്ത് പോയിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു രാജ്യത്ത് ഒരുത്തം മാത്രമേ ഉള്ളൂ, എന്നിട്ട് അവന് വേറെ ആളെ പകരം നിർത്തിട്ട് പോയിക്കണം. അവർക്ക് നാളെ എക്സാം ഉണ്ടായുണ്ട്. അതേപോലെ ഒരാളുള്ളത്, രണ്ടാളുള്ളത്, മൂന്നാളുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. يحكي دروس الصبر في الميدان من خلف നമ്മളെ അയൽ രാജ്യമായ മ്യാൻമറിന്റെ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള روحي يصعدها لظى أشجاني أرض المدينة تكتسي بوقارها. പിന്നെ നമ്മള് പാസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, നമുക്ക് പാസ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഉള്ളൊരു പാസ്പോർട്ട് ജസ്റ്റ് കാണിച്ചതാ. ഇതിലെങ്ങനെ വെച്ചാൽ ഈ പേജിൽ നമ്മൾ ഓരോ രാജ്യത്തിൻ്റെ പവലിയനിൽ പോകുമ്പോൾ പോലെ എന്ത് ചെയ്യും, പോലെ സീൽ അടിച്ചിടും. അതാ ചൈനൻ്റെത്, അതേപോലെ ഓരോ രാജ്യങ്ങൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ടോ, യമൻ ഇതാ. പിന്നെ ഇതിൽ ഫസ്റ്റ് പേജ് നമുക്കിവിടെ പേരൊക്കെ എഴുതി സെറ്റാക്കാം. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര മുതിർന്നവരൊക്കെ ഫുള്ള്. നേരത്തെ നമ്മുടെ അടുത്ത് ഒരു താത്ത എന്നാണ് ചോദിച്ചു, ഈ സാധനം ഉണ്ടോ? നമ്മൾ പറഞ്ഞ ഇല്ല, കഴിഞ്ഞെന്നാ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നെങ്കിലും കിട്ടോ, കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? സ്പോർട്സ്, എന്റർടൈൻമെന്റ്, ഫുഡ്, ഫാഷൻ. അമേരിക്കയുടെ സ്റ്റാളാണത്. അമേരിക്കക്കാരായ കുറേ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവര് ഇന്നിപ്പോ പാക്കപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എല്ലാം അടച്ച് രാത്രി വൈകിയതുകൊണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പോകാനുള്ള യുടെ സ്റ്റാളിലാണുള്ളത്. എത്യോപ്യ എന്ന് നമ്മൾ പറയാറില്ല, മുസ്ലിങ്ങൾ ആദ്യമായി ഹിജറ പോയ അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ മഹർജാന മൊത്തം കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ എല്ലാ പവലിയനുകളും ടെന്റുകളൊക്കെ സന്ദർശിച്ചു. പിന്നെ ഫുഡ് കോർട്ടുകളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന ഈ ഒരു മെഹർജാൻ സന്ദർശിച്ചിട്ടുള്ളത്. ജാമിയ ഇസ്ലാമിയയുടെ മദീന യൂണിവേഴ്സിറ്റിയുടെ ഒരു ഐക്കോണിക് കളർഫുൾ എന്നാണ് വർഷം തുറന്ന് നടക്കുന്ന പരിപാടി. 14ാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് സന്ദർശിച്ച ആളുകൾക്ക് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എഴുതാൻ പറ്റിയ എന്തെങ്കിലും സംഗതികളൊക്കെ എഴുതാൻ പറ്റിയ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. മദീന യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിനായിരുന്നാലും ആർക്കും പുറത്തുനിന്ന് ഫ്രീ എൻട്രി ആയിട്ട് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു പിന്നെ പ്രോഗ്രാമാണ് നമ്മുടെ ഈ
മഹർജാനു സഖാഫത്തി ഷോബ് എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ടും മൊത്തത്തിൽ ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്നത് നമുക്ക് കാണാം. നല്ല തിരക്കാണ് എപ്പോഴും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് മദീനയുടെ മറ്റ് കാഴ്ചകളും സ്പന്ദനങ്ങളും ഒക്കെ ആയിട്ട് മദീന ജേണലിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മദീന വിദ്യാർത്ഥികൾ വീണ്ടും എത്തും. എല്ലാവരും പിന്നെ മദീനയുടെ കാഴ്ചകളും മറ്റുമൊക്കെ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക ഇൻഷാ അല്ലാഹ്. ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ മദീന യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനും മറ്റുമായിട്ടൊക്കെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് തീർച്ചയായും സ്വാഗതം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടീം അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും മദീനയിൽ വരാനും പിന്നെ മസ്ജിദ് നബവിയിൽ എത്താനും മദീനയിൽ കഴിയുന്നത്ര സമയം ചെലവഴിക്കാനും ഇവിടുത്തെ പുണ്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനൊക്കെ തൗഫീക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.